നമസ്കാരം. യൂറോപ്പ് വാർത്താ വിഷൻ ഇലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇറ്റലിയിലെ ജോലി വിസയും താമസാനുമതിയും എന്താണെന്ന്, ആരാണ് അപേക്ഷിക്കാൻ യോഗ്യർ, എങ്ങനെ ലഭിക്കും തുടങ്ങിയ എല്ലാ പ്രധാന കാര്യങ്ങളും. സെക്ഷൻ 1. ഓഥറൈസേഷൻ ടു വർക്ക്. ഇറ്റലിയിൽ ജോലി ചെയ്യാൻ നോൺ EU വിദേശികൾക്ക് മുമ്പായി ഓഥറൈസേഷൻ ടു വർക്ക് നേടണം. ഇത് നേടുന്ന നടപടി നിങ്ങളുടെ തൊഴിൽദായകൻ എംപ്ലോയർ ആണ് ആരംഭിക്കേണ്ടത്. ഈ അനുമതി ഇറ്റലി സർക്കാർ നിശ്ചയിച്ച വാർഷിക ക്വോട്ട പ്രകാരമായിരിക്കും നൽകുക. സെക്ഷൻ 2. വർക്ക് വിസ. ജോലിക്ക് അനുമതി ലഭിച്ചതിനുശേഷം നിങ്ങളുടെ നാട്ടിലെ ഇറ്റാലിയൻ എംബസിയിൽ നിന്ന് ജോലി വിസ കിട്ടും. 6 മാസത്തിനുള്ളിൽ വിസ ഉപയോഗിച്ച് ഇറ്റലിയിൽ പ്രവേശിക്കണം. സെക്ഷൻ 3. റെസിഡൻസ് പെർമിറ്റ്. ഇറ്റലിയിൽ എത്തിയ ശേഷം 8 ദിവസത്തിനുള്ളിൽ നിങ്ങൾ വൺ സ്റ്റോപ്പ് ഷോപ്പ് ഫോർ ഇമിഗ്രേഷൻ വഴി താമസാനുമതിക്ക് അപേക്ഷിക്കണം. നിങ്ങളുടെ ജോലി കരാറിന്റെ അടിസ്ഥാനത്തിൽ വിസയ്ക്ക് 1 വർഷം മുതൽ 2 വർഷം വരെ കാലാവധി ലഭിക്കും. 5 വർഷം തുടർച്ചയായി താമസിച്ചാൽ ലോങ് ടൈം റെസിഡൻസ് ലഭിക്കും. സെക്ഷൻ 4. ഫീസ് ആൻഡ് അതർ റൂൾസ്. വിസ ഫീസ് €116. താമസാനുമതിക്ക് €40 മുതൽ €100 വരെ. അധിക ചെലവുകൾ റവന്യൂ സ്റ്റാമ്പ്, പോസ്റ്റൽ കിറ്റ് തുടങ്ങി €76.46 വരെ. സെക്ഷൻ 5. ജോബ് ലോസ് ആൻഡ് സെൽഫ് എംപ്ലോയ്മെന്റ്. ജോലി നഷ്ടപ്പെട്ടാലും വിസ കാലാവധി കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് 12 മാസം വരെയും മറ്റു ജോലികൾ തേടാൻ അവസരമുണ്ട്. കൂടാതെ നിയമപരമായ യോഗ്യതയുള്ളവർക്ക് സ്വയം തൊഴിൽ പ്രവർത്തനങ്ങളും നടത്താം. സെക്ഷൻ 6. ഫാമിലി റീയൂണിഫിക്കേഷൻ. നിങ്ങൾക്ക് കുറഞ്ഞത് 1 വർഷം വിസ ഉള്ളതും വരുമാനവും താമസ സൗകര്യവുമുള്ളതായാൽ കുടുംബാംഗങ്ങളെ ഇറ്റലിയിൽ ചേർക്കാം. സെക്ഷൻ 7. സിറ്റിസൺഷിപ്പ് റൂൾസ് 2025. 2025 പുതിയ നിയമപ്രകാരമായി പൗരത്വം ഇപ്പോൾ ഇറ്റാലിയൻ പൗരന്മാരുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും മാത്രം നൽകും. പിതാവിന്റെ പൗരത്വം അനുസരിച്ച് അവകാശപ്പെട്ടിരുന്നവർക്കുള്ള അവസരം പരിമിതമായിട്ടുണ്ട്. സെക്ഷൻ 8. ഗോൾഡൻ വിസ. ഇറ്റലിയിൽ നിക്ഷേപം ചെയ്ത് ഗോൾഡൻ വിസ നേടാനും വഴിയുണ്ട്. €250,000 മുതൽ €2 മില്യൺ വരെ നിക്ഷേപം ചെയ്യുന്നത് ആവശ്യമാണ്. ഇന്ത്യയിൽ നിന്നും യൂറോപ്പിലേക്ക് തൊഴിൽ നേർക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇറ്റലി ഒരു വലിയ അവസരമാണ്. ഇതുപോലുള്ള കൂടുതൽ വിശ്വാസ്യമുള്ള വിവരങ്ങൾക്കായി യൂറോപ്പ് വാർത്താ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ. സംശയങ്ങൾ കമന്റായി ചോദിക്കൂ. നന്ദി.